അപ്പോൾ നമുക്ക് റിയൽ വാരിയറിൻ്റെ കോക്കോ എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്വാളിറ്റി റബ്ബറിൽ നല്ല ഹെവി ഹുക്ക്, ഒരു ഇല പോലത്തെ ഷേപ്പിലുള്ള സ്പിന്നറൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്പിന്നറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നവർക്കറിയാം നല്ല ഓളമാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം സ്പ്ലിറ്ററിങ്ങിനാണെങ്കിലും അത്യാവശ്യം നീളമുണ്ട്. ഈ വയമ്പിനിട്ടൊക്കെ അടിച്ച് നടക്കുന്ന വരാലുകൾ അങ്ങനെയൊന്നും ഫ്രോഗുകളൊന്നും അടിക്കാറില്ല. അപ്പോൾ ഇതുപോലത്തെ നീളത്തിലുള്ള സ്പിന്നർ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വരാലിൻ്റെ കാര്യമല്ല, ഒരു മീഡിയം സൈസ്, ഒരു 400 ഗ്രാം മുകളിലോട്ടുള്ള വരാലൊക്കെ സുഖമായിട്ട് ഇതിലടിച്ച് കയറും. പിന്നെ ഇതിൻ്റെ സൈസ് കണ്ടു, അത്യാവശ്യം ചെറുമീനും കയറും വരാലും കയറും. ഒരു മീഡിയം റേഞ്ചിൽ സൈസ് വരുന്ന ഒരു മോഡൽ ഫ്രോഗാണ്. ഇതിന് ഗ്രാം വെയിറ്റ് വരുന്നതെന്ന് പറയുന്നത് 12 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതുപോലെ വില വരുന്നതെന്ന് പറഞ്ഞാൽ 450 രൂപയാണ്. ഇതിൻ്റെ ഒരു 6-7 കളറോളം നമുക്കിപ്പോൾ വന്നിരിപ്പുണ്ട്. ഓരോ കളർ വീതം ഞാൻ കാണിച്ചു തരാം. ഒരു മഞ്ഞ കളറിലൊരെണ്ണം. ഡിസൈനെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്, കളർ മാത്രമാണ് വ്യത്യാസം. പിന്നീട് ഗ്രീന്, പിന്നെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സിവിലല്ല വരുന്നത്, കമ്പിയാണ്. ക്ലാവ് പിടിച്ച് പോവുകയോ തുരുമ്പടിച്ച് പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കുറച്ച് കളയുമ്പോൾ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ താഴെ കമ്പി വരുന്നതിൻ്റെ ഗുണം കൊണ്ട് ഈ സാധനം നല്ല ആക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? ചുമ്മാ ഈ സ്പിന്നർ ഒരു സാഹചര്യത്തിൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്പിന്നർ പോയെന്ന് പറഞ്ഞാൽ ഈ താഴെ കമ്പി വരുന്നതുകൊണ്ട് നല്ല ആക്ഷനിലായിരിക്കും ഫ്രോഗ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ 450 രൂപയ്ക്ക് സാധനം മുതലാണ്. ചെറുമീനും വരാലിനും ഒരുപോലെ അടിക്കാം. അല്ലെങ്കിൽ ചെറുമീൻ ഒരു ഫ്രോഗ്, വരാലിനൊരു ഫ്രോഗ്, അങ്ങനെ സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല അടിപൊളി ഫ്രോഗാണ്. ഇത് നമ്മുടെ തിരുവല്ല ടാഗ് ലാൻഡിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്പർ കൊടുത്തേക്കാം.